യേശുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ശത്രുപക്ഷത്തു നിൽക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രത്തെ കാണിച്ചു തരുന്ന ഒരു രംഗമാണ് ഈ ഭാഗം തുടങ്ങുക. കാനാൻകാരിയുടെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ. ഈ നാളുകളിലൊക്കെ ഏലിയാസ് ശ്ലീഹ മൂശ കാലത്തിൽ നമ്മൾ ധ്യാന വിചിന്തനങ്ങൾ എടുക്കുന്നതൊക്കെ ഈ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു ചിന്തയാണ് വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ. ആത്മീയത ഒരു കച്ചവടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. എൻ്റേതെന്ന് പറയുന്ന ചില നേട്ടങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും വേണ്ടി ആത്മീയത കച്ചവടം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ആഴമായ വിശ്വാസ ബോധ്യങ്ങളില്ലാതെ വെറും നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂട്ടുന്ന, മെഴുകുതിരികൾ കത്തിച്ചു തീർക്കുന്ന, തീർത്ഥാടനങ്ങൾ നടത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആഴവും അർത്ഥവും ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. കാനാൻകാരിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഈശോയുടെ ചുറ്റും ശിഷ്യന്മാരുടെ സമൂഹത്തിന്റെ പിറകെ നടക്കുന്ന, യേശു ആരാണെന്നും യേശു എന്താണെന്നും ആഴമായ ബോധ്യങ്ങളില്ലാത്ത, ഇസ്രായേൽ ഭവനത്തിന് പുറത്ത് ജീവിക്കപ്പെടുന്ന, ആരാലുമില്ലാത്ത, ആരും കേൾക്കാനില്ലാത്ത, അവഗണിക്കപ്പെടുന്ന ഒരു അമ്മ യേശുവിന്റെ പിന്നാലെ നടന്ന് പറയുകയാണ്, എൻ്റെ മകൾ പിശാച് ബാധിതയായിരിക്കുന്നു. ഈശോയെ, നിനക്ക് അവളെ ഒന്ന് സുഖപ്പെടുത്താനായിട്ട് കഴിയില്ല. ഈശോ തിരിഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ദൈവജനത്തിന് വേണ്ടി മാത്രമാണ്, ആളുകൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈശോയെ, അവൾ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുന്നു, അവളെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്നാമത്തെ ചിന്ത ഇതാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വേദനാജനകമായ ഇടമാണ് അവഗണിക്കപ്പെടുന്ന ഇടങ്ങൾ. ഇന്ന് ഒരു പുരോഹിതന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ആരെങ്കിലുമൊക്കെ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആഴമായ ഒരു സങ്കടം, അടിസ്ഥാനമായ സങ്കടം, എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് മനസ്സിലാക്കപ്പെടുന്ന ഭർത്താവില്ല, മാതാപിതാക്കളില്ല, ഒന്നുമില്ല. ഭർത്താവിൻ്റെയും ചിന്ത അതാണ്, എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയില്ല. മക്കൾ പറയും, ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അപ്പനും അമ്മയില്ലല്ലോ. അപ്പനും അമ്മയും പറയും, ഞങ്ങളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവഗണിക്കപ്പെടുന്നവരുടെ നിര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈശോയും ഈ സ്ത്രീയെ, ആരാലുമില്ലാത്ത, ഏകാന്തതയിൽ കഴിയുന്ന, മകൾ മുറിയപ്പെട്ടിരിക്കുന്ന, ജീവിതം മുഴുവൻ മുറിഞ്ഞിരിക്കുന്ന ഈ സ്ത്രീയെ അവഗണിക്കുന്ന, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ചിത്രമാണ് മുമ്പിൽ കാണുക. അപ്പോൾ ഈ ശിഷ്യന്മാര് പറയും, ഈശോയെ, നിനക്ക് അവളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ഈശോ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിതാണ്, മക്കളെ, ഒഴിവാക്കാൻ വേണ്ടി എളുപ്പമാണ്. അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവൾ അല്ല അവൾ എന്നൊരു ബോധ്യം ശിഷ്യന്മാർക്ക് പയ്യെ ഈശോ പകർന്നു കൊടുക്കുകയാണ്. ഈശോ ഒന്നും മിണ്ടുന്നില്ല. ആദ്യം മിണ്ടുന്ന ഇതാണ്, ഞാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈശോയ്ക്കും ഇവൾക്കൊക്കെ ഒത്തിരി വേദന ഉണ്ടായിക്കാണും, ശിഷ്യന്മാർക്കൊക്കെ ഒത്തിരി വേദന ഉണ്ടായിക്കാണും. എന്താണ് ഈശോ ഇങ്ങനെ പറയാൻ കാരണം വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് തൊട്ടപ്പോളെ സൗഖ്യം കൊടുത്ത രംഗങ്ങൾ അവർ ചുറ്റും നിൽക്കുന്നുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോയുടെ ചിത്രം അവർക്ക് ചുറ്റുമുണ്ട്. ദൗർത്തപുത്രനെ ചേർത്ത് പിടിച്ച ചിത്രം അവർക്കുണ്ട്. ഒത്തിരി പാപികളെ രക്ഷപ്പെടുത്തിയ ചിത്രമുണ്ട്. പിശാചി ബാധിതരെ സുഖപ്പെടുത്തിയ ചിത്രമുണ്ട്. ഇതൊക്കെ ശിഷ്യന്മാരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഈശോ അവഗണിക്കുന്ന ഒരു ചിത്രം ശിഷ്യന്മാർ അത്ഭുതത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ നോക്കിക്കാണുക. പക്ഷേ ഈശോ അവർക്ക് ബോധ്യം കൊടുക്കുക. മക്കളെ, പെട്ടെന്ന് കൊടുക്കുന്ന അത്ഭുതങ്ങളുടെ പേരല്ല വിശ്വാസം. ഈ പെണ്ണിന്റെ ആഴമായ ബോധ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ഈ ശിഷ്യന്മാർ ഈശോ പഠിപ്പിക്കുന്ന ഒരു പാഠമായിരുന്നിരിക്കാം അത്. ഉടനെ വീണ്ടും ഈശോയുടെ മുമ്പിൽ ഈ കാനാൻകാരി സ്ത്രീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു ഡയലോഗ് വീണ്ടും ഉണ്ട്. എന്താണത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല. പ്രിയപ്പെട്ടവരെ, എന്തൊരു ക്രൂരമായ ഒരു ഭാഷയാണ്. ഒരു പട്ടിയോട്, ഒരു നായയോട് ഈ മകളെ തുലനം ചെയ്യുക. ഇവളെ നായ എന്ന് വിളിക്കുന്നതിനേക്കാൾ, ഒരുപക്ഷെ കത്തുകൊണ്ട് കുത്തുന്നതിനേക്കാൾ വലിയ വേദന ആ സ്ത്രീ അനുഭവിച്ചു കാണും ഒരു നായയോട് തുലനം ചെയ്യുമ്പോൾ.
അപ്പോഴും ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ബോധ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്ത്രീ പറയുക? ഈശോ, നായ്ക്കൾ യജമാനന്മാരുടെ എച്ചില് തിന്നിട്ടാണ് ചിലപ്പോൾ വളരുന്നത്. യജമാനന്മാര് കടിച്ചിട്ട് എറിഞ്ഞു കൊടുക്കുന്ന, ഭക്ഷിക്കുന്ന ചില നായ്ക്കളെ നമ്മൾ കണ്ടുമുട്ടാറ്. അതുപോലെ ഒന്ന് കരുതിയാൽ, അങ്ങയുടെ എച്ചിൽ തിന്നുന്ന, അങ്ങയുടെ മകളല്ലെന്നറിയാം, ഇസ്രായേൽ ഭവനത്തിൽ പെട്ടവളല്ലെന്നറിയാം, എങ്കിലും ആ എച്ചിലൊന്ന് കഴിച്ച് എൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തിക്കൂടെ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഉടനടി ഈശോ പറയുകയാണ്, മക്കളെ, ഇതാണ് വിശ്വാസം. ഇതാണ് വിശ്വാസം എന്നതിനേക്കാൾ അപ്പുറത്ത് അവൻ ഒരു പടി കൂടി പറയുകയാണ്, ഇതാണ് വലിയ വിശ്വാസം. നമുക്കൊക്കെ വിശ്വാസമുണ്ട്, ചില അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ ഈ കാനാൻകാരിയുടെ വിശ്വാസത്തെ ഈശോ വിശേഷിപ്പിക്കുന്ന ഇതാണ് വലിയ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ വിശ്വാസത്തിന്റെ ഉടമയാവുക എന്നതാണ് വെല്ലുവിളി. നമ്മളൊക്കെ വേദനിക്കുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ അവഗണിച്ച മറ്റു രീതിയിലേക്ക് പോവുകയും, നമ്മളെ ആരും പരിഗണിക്കാതെ വരുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, മാറ്റി നിർത്തും, തെറി പറയും, എല്ലാം ചെയ്ത് നമ്മളെങ്ങനെ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ കാനാൻകാരിയുടെ വിശ്വാസത്തെ ഈശോ വിശേഷിപ്പിക്കുക ഇതാണ് വലിയ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അത് അത്ഭുതങ്ങളുടെ പിന്നാലെ പോകലല്ല, അത് സൗഖ്യങ്ങൾ തേടി പോകലല്ല, അത് ജോലി സാധ്യതകൾ കിട്ടുമ്പോഴുള്ള വിശ്വാസമല്ല, മറിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിലും, ജീവിതത്തിന്റെ അവഗണനകൾക്ക് നടുവിലും, ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ നടുവിലും അപ്പാ എന്ന് വിളിക്കാൻ ഒരാത്മാവ് ഉണ്ടാവുക എന്നതാണ് അത്ഭുതം. യേശുവ ഏതൊരു ജീവിതത്തിന്റെ സാഹചര്യത്തിന് യേശു എത്രമാത്രം അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോഴും ഇതെന്റെ അപ്പനാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. ഈ സ്ത്രീക്കുണ്ടായത് അതാണ്. ഈ ലോകത്ത് മറ്റാർക്കും എൻ്റെ മകളെ സൗഖ്യപ്പെടുത്താൻ കഴിയില്ല ഈശോയെ, അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു എച്ചിലായി കണക്കാക്കിക്കൊണ്ട് എൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തണമേ, ഒരു പട്ടിയായി കണക്കാക്കിക്കൊണ്ടെങ്കിലും എൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തണമേ. ഈ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ് ഈ ശിഷ്യന്മാർ ഈശോ പഠിപ്പിക്കുക. മക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ മാറ്റി നിർത്തിയപ്പെട്ടപ്പോഴും അവളുടെ വിശ്വാസത്തിൻ്റെ ബോധ്യം. വചനം ആരംഭത്തിൽ തൊട്ട്, പഴയ നിയമം തൊട്ട് അങ്ങനെയല്ല. അബ്രാഹാം ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ദൈവം ബലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോരയുടെ ഗന്ധം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ബലി കൊടുക്കാൻ വേണ്ടി കത്തി ഉയർത്തുമ്പോഴും അബ്രാഹത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. യാക്കോബ് രാത്രി മുഴുവൻ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുമ്പോഴും അവന്റെ വിശ്വാസം അങ്ങനെയാണ്. ജോബ് ശരീരം ചീഞ്ഞു നാറുമ്പോഴും ആ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ബോധ്യം അങ്ങനെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ഏറ്റെടുത്ത നാൾ തൊട്ട് പീഡനങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടലും ഒടുവിൽ തൻ്റെ മുമ്പിൽ തൻ്റെ മകനെ ഒരു പട്ടിയെപ്പോലെ തല്ലിച്ചതച്ച് കൊന്നുകളയുമ്പോഴും മറിയത്തിന്റെ വിശ്വാസം അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ ബോധ്യങ്ങളിലേക്കാണ് സഭാമാതാവ് ഇന്ന് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ ക്ഷണിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിലും, അവഗണനകൾക്ക് നടുവിലും, സഭയുടെ എല്ലാ പോരായ്മകൾക്ക് നടുവിലും, നമ്മുടെ വിശ്വാസം വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ നടുവിലും ദൈവമേ, നീ എൻ്റെ അപ്പനാണെന്ന് പറയാനുള്ള വിശ്വാസം, ഞാൻ നിന്റെ മകനാണ്, മകളാണെന്ന് പറയാനുള്ള വിശ്വാസം, ആ വിശ്വാസം, ആ ആത്മീയതയിലേക്കാണ് ഈശോ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുക. അതിനെയാണ് ഈശോ വിശേഷിപ്പിക്കുക, നിന്റെ വിശ്വാസം വലുതാണ് മകളെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ വിശ്വാസത്തിന് നമുക്ക് ഉടമയാകാം. വെറുതെ അത്ഭുതങ്ങളുടെ പുറംമോശകൾക്ക് ഉള്ളിലല്ല, വെറുതെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരല്ല, മറിച്ച് എൻ്റെ അപ്പൻ, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു അപ്പനുണ്ട്, ആ അപ്പൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഈ കാനാൻകാരി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈശോ ആരാണെന്നും എന്താണെന്നും അറിയാഞ്ഞിട്ടും ഈശോയുടെ പിന്നാലെ നടക്കാനുള്ള ഒരു ആത്മീയ ചൈതന്യം ആ മകൾ കാണിച്ചു തരികയാണ്. നമുക്കും അങ്ങനെ ആകട്ടെ. നിരന്തരമായി ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന, ഈശോയോട് ഒട്ടി ജീവിക്കുന്ന, ഈശോയിൽ നിന്നും സ്വീകരിക്കുന്ന നല്ല വിശ്വാസികളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.